ഗൂഗിളിന്റെ ഗൂഗിൾ പിക്സൽ 9 പ്രോ എക്സൽ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 9 പ്രോ എക്സൽ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.7 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. അപ്പോൾ ഫുൾ HD റെസൊല്യൂഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ചിലപ്പം ഇതിൽ 2K റെസൊല്യൂഷനും വന്നേക്കാം. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു പ്രൊട്ടക്ഷനും ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ഒബ്സിഡിയൻ, അതുപോലെ തന്നെ പോർസിലിൻ, പിന്നെ ഹേസൽ, പിങ്ക് എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്തേക്കാം. ഇനി പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടെൻസർ G4 ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇത് ഗൂഗിളിൻ്റെ വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. മികച്ച പെർഫോമൻസ് ഒക്കെ വരേണ്ടതാണ്. എന്നാലും സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറിൻ്റെ ആ ഒരു ലെവലിലൊന്നും എത്തിക്കൊള്ളണം എന്നില്ല. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 16 GB റാം വരെ വന്നേക്കാം. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 256 GB ഇന്റേണൽ വരെയും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പൊതുവേ ഗൂഗിളിൻ്റെ ഫോണുകളിലാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഫസ്റ്റ് ലഭിക്കാറ്. അപ്പം ഈ ഫോണിൽ ഫാസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഇതിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. വോയിസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇത് സാംസങ് GNKയുടെ സെൻസർ ആയിരിക്കും. രണ്ടാമത് 50 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. ഇത് സോണി IMX 858ൻ്റെ സെൻസർ ആയിരിക്കും. പിന്നെ മൂന്നാമത് 50 മെഗാ പിക്സലിലെ സോണി IMX 858ൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിലെ സോണി IMX 858ൻ്റെ സെൽഫി ക്യാമറ വന്നേക്കാം. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകളിൽ വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസും നമുക്ക് ലഭിക്കാറുണ്ട്. മികച്ചൊരു ക്യാമറ പെർഫോമൻസ് തന്നെ ഇതിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5050 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വന്നേക്കാം. അതുപോലെ തന്നെ 23 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. വയർലെസ് ചാർജിങ് അടക്കമുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നതായിരിക്കും. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വന്നേക്കാം. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ മിക്കവാറും ചാർജർ ഉണ്ടാവില്ല. അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. പിന്നെ ഇതിൽ നല്ലൊരു IP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നേക്കാം. IP68 റേറ്റിംഗ് തന്നെ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 13 ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ പ്രൈസിംഗ് ആയിട്ട് വരിക 1199 യൂറോസ് ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 1,10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ഇന്ത്യൻ മാർക്കറ്റിലും ഏകദേശം അതിനടുത്ത് വരുന്ന ഒരു പ്രൈസിംഗിലായിട്ട് തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഗൂഗിളിൻ്റെ ഗൂഗിൾ പിക്സൽ 9 പ്രോ എക്സൽ എന്ന പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.